ഹായ് ഓൾ, അസ്സലാമു അലൈക്കും ആൻഡ് വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് നമ്മൾ എയർപോർട്ടിലാണ് കേട്ടോ. അപ്പോൾ മോൻ ഇന്ന് ഒരു 1 വീക്ക് വെക്കേഷന് വേണ്ടിയിട്ട് നാട്ടിൽ നിന്ന് വരുന്നുണ്ട്. അപ്പോൾ അവനെ വിളിക്കാനായിട്ട് പോയതാണ്. അപ്പം അന്നത്തെ ദിവസം വിളിച്ചിട്ട് വന്ന് ലേറ്റ് നൈറ്റാണ് കേട്ടോ ഇതിപ്പം. പിറ്റേ ദിവസം രാവിലെ സാധനങ്ങളൊക്കെ ജസ്റ്റ് എടുത്ത് വെച്ചു കേട്ടോ. ഒത്തിരി സാധനങ്ങളൊന്നുമില്ല, പക്ഷേ ആദ്യമായിട്ട് ചക്ക നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു, അതെടുത്ത് വെച്ചു. പിന്നെ ഞാനൊരു 2 തേങ്ങ കൊണ്ടുവരാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇതുപോലെ നമുക്ക് തേങ്ങ കൊത്തിയിടുന്ന ആവശ്യത്തിന് വേണ്ടിയിട്ട് കേട്ടോ. അപ്പോൾ ഞാൻ ലുലുന്ന് വാങ്ങിക്കുകയാണ്. പക്ഷേ അത്രയും രസമുള്ള തേങ്ങയല്ല നമ്മുടെ നാട്ടിലെ അത്രയും. അപ്പോൾ നല്ല ഫ്രഷ് തേങ്ങയൊക്കെ ഇട്ട് ബീഫ് വെക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമ്മൾ ലുലുന്ന് തേങ്ങ ചിരണ്ടിയിൽ മേടിക്കും. പിന്നെ നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന തേങ്ങ ഉള്ളതുകൊണ്ട് ഇപ്പോൾ കൊത്തിടാൻ മാത്രമാണ് ലുലുന്ന് വാങ്ങാറുള്ളൂ. അപ്പം ഇതുപോലെ നമ്മൾ കൊത്തി ഉപയോഗിച്ച് കഴിഞ്ഞിട്ട് മിച്ചം വരുന്നത് ഞാനിതുപോലെ ഫ്രീസറിൽ വെക്കുകയാണ് കേട്ടോ ചെയ്യണം. ചിരട്ടയോട് കൂടി ഫ്രീസറിൽ വെക്കും. അപ്പോൾ അതായത് കണ്ടോ, ഇതുപോലെ എന്തോ ഒരു ആവശ്യത്തിന് എടുത്തിട്ട് മിച്ചം വെച്ചേക്കണതാണ് ഇങ്ങനെ നല്ല കട്ടിയായിട്ടാണ് ഈ ഒരു സമയത്ത് ഇരിക്കുന്നത്. അപ്പോൾ അത് കുറച്ച് സമയം പുറത്ത് വെച്ച് കഴിയുമ്പോൾ ഭയങ്കരമായിട്ട് സോഫ്റ്റ് ആവും. അപ്പോൾ പിന്നെ അതങ്ങ് നമുക്കത് മുറിച്ച് ഇട്ടാൽ മതി. അപ്പോൾ പിന്നെ റമദാനിൽ ക്ലീനിങ് നമ്മൾ ഇതുവരെ തുടങ്ങിയിട്ടില്ല കേട്ടോ. നല്ലപോലെ ലേറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ സുഖമില്ലാത്തതുകൊണ്ട് ക്ലീനിങ് എല്ലാം ഇങ്ങനെ മാറ്റി വെച്ചേക്കുമായിരുന്നു. അപ്പോൾ വീട് അത്യാവശ്യം ക്ലീനും കാര്യങ്ങളൊക്കെയാണ്. എന്നാൽ പോലും നമ്മൾ റമദാന് വേണ്ടി തന്നെ എല്ലായിടവും തുടച്ച് ഒന്ന് നമ്മുടെ കൈ എത്തണമല്ലോ. അപ്പോൾ അതുകൊണ്ട് ഇന്ന് എന്തായാലും അത് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഹസ്ബൻഡ് പറയേണ്ടത് നടുവേദനയൊക്കെ വീണ്ടും വരുത്തരുത്, ആരെങ്കിലും വിളിച്ച് ചെയ്യിക്കുക എന്നൊക്കെ. പക്ഷേ എന്തോ എനിക്ക് തന്നെ ചെയ്താലാണ് ഒരു രസമുള്ളൂ. പിന്നെ നമ്മൾ എന്തായാലും ആരെ വിളിച്ചാലും കൂടെ നിന്നെല്ലാം പറഞ്ഞു കൊടുക്കണം. അപ്പോൾ പിന്നെ എന്തായാലും നമ്മൾ തന്നെ ചെയ്യാം. പിന്നെ ഹസ്ബൻഡ് ഹെൽപ്പ് ചെയ്യും വീട്ടിലുള്ളതുകൊണ്ട്. അപ്പോൾ നമ്മൾ എന്താണെങ്കിലും ക്ലീനിങ് തുടങ്ങി. അപ്പോൾ ഈ ഒരു വിൻഡോയുടെ സൈഡിൽ നിറയെ പൊടി ഉണ്ടാവും കേട്ടോ. കാരണം ഇതിൻ്റെ തൊട്ട് താഴെ നിറച്ച് സാൻഡാണ്. അപ്പോൾ കാറ്റൊക്കെ വരുമ്പോൾ വീടിൻ്റെ ഉള്ളിലോട്ടും ആ ജനലിൻ്റെ ഗ്യാപ്പിൽ കൂടെ വരാറുണ്ട് കേട്ടോ. അപ്പം ഞാൻ വെള്ളം ഇടയ്ക്കിടയ്ക്ക് മാറ്റുന്നുണ്ട് കേട്ടോ. എല്ലാ തവണയും അത് നമ്മൾ കാണിച്ചിട്ടില്ല. കാരണം ഈ മുറിയിൽ ആ ഒരു ഏരിയയിലൊക്കെ നിറച്ച് പൊടി ഉണ്ടായിരുന്നു. അപ്പോൾ അത് ഓരോ തവണയും മാറ്റിയിട്ട് വേറെ വെള്ളത്തിൽ നന്നായിട്ട് തുടച്ചെല്ലാം വൃത്തിയാക്കി എടുത്തു. അപ്പോൾ ബുക്ക് ഷെൽഫൊക്കെ ഇത് പൊടിയൊന്നും ഇല്ല കേട്ടോ. കാരണം ഇടയ്ക്ക് എപ്പോഴും നന്നായിട്ട് പൊടി കണ്ടപ്പോൾ ഞാനൊന്ന് തുടച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് നീറ്റായിട്ടൊക്കെയാണ് ഇരിക്കണേ. അപ്പോൾ അതുകൊണ്ട് ആ ഒരു ഏരിയയൊക്കെ പെട്ടെന്ന് തന്നെ ക്ലീൻ ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ ഈ ഷെൽഫിൻ്റെ ഏറ്റവും മുകളിൽ നന്നായിട്ട് പൊടി ഉണ്ടായിരുന്നു കേട്ടോ. കാരണം അത് ഞാൻ ക്ലീൻ ചെയ്തിട്ടില്ലായിരുന്നു. കയറി ക്ലീൻ ചെയ്യാനുള്ള മടി കൊണ്ട് അതങ്ങനെ വിടും. അതുപോലെ ഫ്രിഡ്ജിൻ്റെ മുകളിലും നമ്മളെപ്പോഴും ക്ലീൻ ചെയ്യില്ലല്ലോ. അപ്പോൾ അതൊക്കെ ഒന്ന് വൃത്തിയാക്കി എടുത്തു.
അപ്പോൾ കാറ്റ് വരുമ്പോൾ ഈ വിൻഡോയിൽ കൂടെ പൊടി വന്നിട്ട് ഈ സൈഡിൽ ഇങ്ങനെ പൊടി വീണ് കിടക്കും കേട്ടോ. അപ്പോൾ അതാണ് ഞാനങ്ങനെ തുടച്ചെടുക്കുന്നത്. പിന്നെ ആ ഒരു ചെടി വെച്ചിരിക്കുന്ന ആ പോർഷനിലൊക്കെ കുറച്ച് മണ്ണും കാര്യങ്ങളൊക്കെ താഴെ ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെയൊക്കെ നന്നായിട്ട് തുടച്ചെടുത്തപ്പോൾ നിറച്ച് അഴുക്കായിരുന്നു കേട്ടോ. പിന്നെ അപ്പോൾ വെള്ളത്തിൻ്റെ അവസ്ഥ നന്നായിട്ട് കളറ് ചേഞ്ചായി. അപ്പോൾ നമുക്ക് വെള്ളമൊക്കെ മാറ്റിയിട്ട് വരാം. അപ്പോൾ ഈ റൂമിൽ അത്യാവശ്യം എല്ലാം ക്ലീൻ ചെയ്ത് കഴിഞ്ഞു കേട്ടോ. അപ്പോൾ സോഫയും കാർപ്പറ്റൊക്കെ ഞാൻ ഓൾറെഡി ക്ലീൻ ചെയ്തിട്ടുണ്ടായിരുന്നു ഇതിന് മുന്നേ ഒരു ദിവസം. അപ്പോൾ അതിൻ്റെയൊക്കെ ഡീറ്റെയിൽഡ് വീഡിയോ ഞാൻ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാനിവിടെ ഐ ബട്ടണിൽ കൊടുക്കുക. അപ്പോൾ കാണാത്തവരാണെങ്കിൽ ഒന്ന് കണ്ടു നോക്കണം കേട്ടോ. അടുത്തെന്ന് പറയുന്നത് മോളുടെ സ്റ്റഡി റൂമാണ് കേട്ടോ. അപ്പോൾ ഇത് ആക്ച്വലി മെയ്ഡ് റൂമാണ്. അപ്പോൾ ഇവിടെയാണ് അവളുടെ സ്റ്റഡി ടേബിൾ ഇട്ടേക്കുന്നത്. അപ്പോൾ അവളത് അത്യാവശ്യം നീറ്റായിട്ട് തന്നെ വെച്ചേക്കുന്നത് കേട്ടോ. അപ്പോൾ ഒരു കബോർഡും ഉണ്ട്, അവിടെ ഒരു സ്റ്റഡി ടേബിളും ഉണ്ട്. അപ്പോൾ ഈ വോളിൽ ഈ പേപ്പർ ഒട്ടിച്ചേക്കുന്നത് ഹൈറ്റ് മെഷർ ചെയ്തിട്ട് മാർക്ക് ചെയ്ത് വെച്ചേക്കുന്നതാണ് കേട്ടോ. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് അവൾ അടിച്ചു വാരി നീറ്റാക്കിയൊക്കെ ഇടാറുണ്ട്. അപ്പോൾ ജസ്റ്റ് ഒന്ന് ഞാൻ തുടയ്ക്കാമെന്ന് വിചാരിച്ചതാണ് കേട്ടോ. അപ്പോൾ വലിയ പൊടിയും കാര്യങ്ങളൊന്നുമില്ല, പെട്ടെന്ന് തന്നെ അത് ആ റൂം കഴിഞ്ഞ് കിട്ടി. അപ്പോൾ ഈ നെക്സ്റ്റ് എന്ന് പറയുന്നത് ഫാമിലി ലിവിങ് ആണ് കേട്ടോ. അപ്പോൾ ഇവിടെയാണ് നല്ല അഴുക്കുള്ളത്, കാരണം ഞങ്ങളെല്ലാവരും മെജോറിറ്റി ടൈം ഇവിടെ ആയിരിക്കും. പിന്നെ വിൻഡോയിലൊക്കെ നല്ല പൊടിയാട്ടോ ഈ ഒരു സൈഡിലൊക്കെ. നമ്മൾ നേരത്തെ ക്ലീൻ ചെയ്ത വിൻഡോയുടെ അതേ സൈഡ് തന്നെയാണ് കേട്ടോ ഇത്. അപ്പോൾ പൊടിയൊക്കെ നന്നായിട്ട് ക്ലീൻ ചെയ്ത് കുറച്ച് അധികം സമയം എടുത്ത് തന്നെയാണ് കേട്ടോ ക്ലീൻ ചെയ്തത്. വേറെ പ്രത്യേകിച്ച് അഴുക്കൊന്നുമില്ല. പിന്നെ താഴെ അടിച്ചു വരാനായിട്ട് എന്നെ ഹെൽപ്പ് ചെയ്യാനായിട്ട് റോബോട്ടും ഉണ്ട്. അപ്പോൾ ഞാൻ താഴെ ഇതൊക്കെ ഇങ്ങനെ തുടച്ചുകൊണ്ടിരുന്നപ്പോൾ ഹസ്ബൻഡ് വന്ന് പറയുന്നുണ്ടായിരുന്നു, ഇനിയിപ്പോൾ ചെയ്തിട്ട് ഇനി നടുവേദന വീണ്ടും വരും എന്നൊക്കെ പറയുകയാണ്. പിന്നെ പുള്ളി പള്ളിയിൽ പോവാണ് കേട്ടോ, ഉച്ചയ്ക്ക് ലുഹറിന് പള്ളിയിൽ പോവാണ്. അപ്പോൾ വന്ന് കഴിഞ്ഞിട്ട് ഫ്ലോർ ക്ലീൻ ചെയ്താൽ മതി എന്ന് പറഞ്ഞിട്ട് പോവാണ് കേട്ടോ. അപ്പോൾ നമ്മൾ നോർമൽ ഡേയ്സിൽ ക്ലീൻ ചെയ്യുമ്പോൾ നമ്മൾ എല്ലാ സാധനങ്ങളും ഇങ്ങനെ തുടച്ച് പോകാറില്ലല്ലോ. പക്ഷേ റമദാന് ക്ലീൻ ചെയ്യുമ്പോൾ നമുക്ക് എവിടെയെങ്കിലും ഒരു സാധനം തുടച്ചിട്ടില്ലെങ്കിൽ ഒരു മനസ്സിന് ഭയങ്കര ഒരു ടെൻഷനാണ്. എല്ലായിടത്തും ഒന്ന് കൈ നമ്മുടെ ചെന്ന് ഒന്ന് നന്നായിട്ട് തുടച്ച് പൊടിയൊന്നും ഇല്ല അങ്ങനെ ഒന്ന് കണ്ടാലാണ് നമുക്കൊരു ആശ്വാസമുള്ളൂ അല്ലേ. അപ്പോൾ പ്ലാന്റിൻ്റെ ലീഫും കാര്യങ്ങളുമൊക്കെ ഇതുപോലെ ഒന്ന് തുടച്ച് കൊടുത്തപ്പോൾ നല്ല നീറ്റായി കിട്ടി. നിറച്ച് പൊടി ഉണ്ടായിരുന്നു കേട്ടോ അതിനകത്തൊക്കെ.
അപ്പോൾ ഞാൻ ഈ റൂമൊക്കെ ക്ലീൻ ചെയ്യുന്ന സമയത്ത് ഹസ്ബൻഡ് വന്നിട്ട് ഫ്രണ്ടെല്ലാം നന്നായിട്ട് ഒരു 2 പ്രാവശ്യമൊക്കെ ഞാൻ വെള്ളമൊക്കെ ഇതുപോലെ ബക്കറ്റിൽ എടുത്ത് കൊടുക്കണം കേട്ടോ, മടിയാണ്. അപ്പോൾ എല്ലാം എടുത്ത് സെറ്റാക്കി കൊടുത്തിട്ട് ഞാൻ കഴിയുന്ന ഓരോ റൂമും ഹസ്ബൻഡ് തുടച്ചിട്ട് വൃത്തിയാക്കി കൊണ്ടുവരാണ് കേട്ടോ. അപ്പോൾ 2 പേരുള്ളതുകൊണ്ട് നല്ല ഈസി ആയിരുന്നു, ആർക്കും മടുപ്പായിട്ട് തോന്നില്ല. എനിക്ക് ഇതുപോലത്തെ തുടക്കലിൻ്റെ പരിപാടി മാത്രമേ ഉള്ളായിരുന്നു. എല്ലാ ഏരിയയും ഒന്ന് തുടച്ച് വൃത്തിയാക്കി. അപ്പോൾ ഫ്ലോറും കാര്യങ്ങളും റോബോട്ട് അടിച്ചു, ഹസ്ബൻഡ് എല്ലാം ഒന്ന് ക്ലീൻ ചെയ്തു. അപ്പോൾ പെട്ടെന്ന് തന്നെ കഴിഞ്ഞു. പെട്ടെന്ന് പറഞ്ഞാൽ ഞാനൊരു 11 o'clock സ്റ്റാർട്ട് ചെയ്തിട്ട് ഈവനിങ് ഒരു 5 വരെ ഉണ്ടായിരുന്നു കേട്ടോ. 5 ഓൾമോസ്റ്റ് 5 ഒക്കെ വരെ ഉണ്ടായിരുന്നു. അപ്പോൾ ക്ലീനിങ്ങിന് നിന്നപ്പോൾ ഞാൻ രാവിലെ തന്നെ ഫുഡൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ലഞ്ചൊക്കെ രാവിലെ ഉണ്ടാക്കി വെച്ചിട്ടാണ് ക്ലീനിങ്ങിന് നിന്നത്. എന്നിട്ട് ഉച്ചയ്ക്ക് എല്ലാവരും വിശക്കണമെന്ന് പറഞ്ഞപ്പോഴത്തേനും ഓരോരുത്തർക്കായിട്ട് വന്ന് ഞാൻ ഫുഡൊക്കെ എടുത്ത് കൊടുത്തു. ചക്കക്കുരു കറിയൊക്കെയാണ് ഉണ്ടാക്കിയത് കേട്ടോ. അപ്പോൾ ആ കഴിച്ച പാത്രങ്ങളൊക്കെ അവിടെ കൂട്ടി വെച്ചിട്ടുണ്ട്, അതെല്ലാം ഇനി കഴുകി വൃത്തിയാക്കണം. പിന്നെ കബോർഡും കാര്യങ്ങളൊക്കെ അത്യാവശ്യം എല്ലാം നീറ്റായിട്ടിരിക്കുന്നതുകൊണ്ട് ഞാൻ കബോർഡിലൊന്നും തൊട്ടില്ല കേട്ടോ. ഓരോ കബോർഡ് തുറന്നിട്ട് പൊടിയുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് തുടച്ച് വൃത്തിയാക്കി, അത്രയേ ഉള്ളൂ. പാത്രങ്ങൾ എടുക്കാനൊന്നും പോയിട്ടില്ല. പിന്നെ കഴിഞ്ഞ ദിവസത്തെ വീഡിയോയിൽ നിങ്ങൾ കണ്ടല്ലോ, അത്യാവശ്യം അഴുക്കായിട്ടിരിക്കുന്ന പാത്രങ്ങളും എല്ലാം ഞാനെടുത്ത് ഓൾറെഡി കഴുകി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആദ്യം തന്നെ കിച്ചൺ ക്ലീനിങ്ങിന് നിൽക്കുമ്പോൾ സിങ്ക് കഴുകി വൃത്തിയാക്കി എടുക്കുക, സിങ്ക് ഫ്രീ ആക്കി എടുക്കുകയാണ് വേണ്ടത്. അപ്പോൾ ആദ്യം തന്നെ അത് ചെയ്തു. അപ്പോൾ അതിന് ശേഷം ഹസ്ബൻഡ് നന്നായിട്ട് ഫ്ലോറൊക്കെ സോപ്പ് പൊടിയും അതുപോലെ ഇട്ടിട്ട് നന്നായിട്ട് ബ്രഷ് വെച്ച് നന്നായിട്ട് ഇതാക്കിയിട്ടോ. നല്ലപോലെ അഴുക്കുണ്ട് കിച്ചണല്ലേ, പിന്നെ ഫ്രിഡ്ജിൻ്റെ താഴെയൊക്കെ നല്ലപോലെ പൊടി ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ക്ലീൻ ചെയ്ത് തന്നു. അപ്പോൾ ഗ്യാസ് സ്റ്റവ് ഒക്കെ ഞാൻ അതിന് മുന്നേ ഉള്ളൊരു ദിവസം ക്ലീൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ഗ്യാസ് സ്റ്റവും അതിൻ്റെ പരിസരമൊക്കെ ക്ലീൻ ചെയ്യുന്ന ഡീറ്റെയിൽഡ് വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാനിവിടെ ഐ ബട്ടണിൽ കൊടുക്കാം. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ഇടാനും അതുപോലെ വീഡിയോ പറ്റി ഒരു കമൻറ്റ് ഇടാനും മറക്കരുത്. പുതിയ വീഡിയോയുമായി വീണ്ടും കാണുന്നത് വരെ ഇറ്റ്സ് മീ ഷമീന സൈനിങ് ഓഫ്. അസ്സലാമു അലൈക്കും, നമസ്കാരം.